കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റർനെറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ റിമോട്ട് ഡെസ്ക്ടോപ്പ് ഷെയറിങ്ങിനെ പറ്റി പഠിച്ചു, സ്ക്രീൻ ഷെയറിങ്ങിനെ പറ്റി പഠിച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ്റർനെറ്റ് എന്താണ് അതിനെപ്പറ്റിയൊക്കെയാണ്. ഓക്കെ, വേൾഡ് വൈഡ് വെബ്, ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ ബ്രൗസറുകൾ, ഗൂഗിൾ ക്രോം അതുപോലുള്ള ബ്രൗസറുകൾ, അതിനെപ്പറ്റിയൊക്കെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് അല്ല. ഓക്കെ, അത് ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ അതുപോലുള്ളൊരു ടേമാണ്. ഓക്കെ, വേൾഡ് വൈബ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗസർ ആയിരുന്നു ഫസ്റ്റ് തുടങ്ങിയ സമയത്ത്, ബ്രൗസർ കണ്ടുപിടിച്ച സമയത്ത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ബ്രൗസറിന് അവർ കൊടുത്ത പേര് വേൾഡ് വൈഡ് വെബ് എന്നായിരുന്നു. പക്ഷേ അതിൽ ഈ സ്പേസ് ഇല്ലാത്ത രീതിയിലായിരുന്നു. www എന്നുള്ള വേൾഡ് വൈഡ് വെബ് എന്ന് നേരിട്ടായിരുന്നു ആദ്യത്തെ ബ്രൗസർ. ഓക്കെ, അത് നമുക്ക് താഴോട്ട് പഠിക്കാൻ ഉണ്ട്, ഇപ്പം തന്നെ പറയാം. ഇപ്പോൾ വേൾഡ് വൈഡ് വെബിനെ നമ്മൾ www എന്ന് പറയും, അതുപോലെ തന്നെ വെബ് എന്ന് പറയും, W3 എന്നും പറയും. ഓക്കെ, W3 അല്ലെങ്കിൽ വെബ്, www എന്നൊക്കെ നമ്മൾ വേൾഡ് വൈഡ് വെബിന് പറയും. ഓക്കെ, അത് എന്താണ്, ഒരു URL യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് റിസോഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, അതിൽ URL അതായത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റേഴ്സ്. ഇപ്പോൾ ഇൻ്റർനെറ്റിനകത്ത് നമുക്ക് ഒരുപാട് റിസോഴ്സുകളുണ്ട് അല്ലേ. ഇമേജ് ആയാലും ശരി, പിന്നെ ഡോക്യുമെൻറ്റ്സ് ആയാലും ശരി, മ്യൂസിക്, വീഡിയോ, അങ്ങനെ പല റിസോഴ്സുകൾ ഇൻ്റർനെറ്റിലുണ്ട്. അപ്പോൾ അതിനൊക്കെ മൊത്തത്തിൽ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ URL എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് www എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോട്ട് പോകുന്നത്. അതൊരു വെബ്സൈറ്റ് ആണെന്നുള്ള പ്രതീക്ഷയിൽ അതിലോട്ട് പോകുന്നതാണ്. ഇതിൻ്റെ ഐക്കൺ മാറിയത് കണ്ടില്ല, ഒരു കൈവിരലിൻ്റെ രീതിയിലോട്ട്. അത് കാരണം വെച്ചാൽ www.example.com എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഒരു www അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ലിങ്കുകൾ അല്ലെങ്കിൽ URLകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഞാനിപ്പോൾ അയച്ചിരുന്ന ഗൂഗിൾ മീറ്റിന് ഒരു ലിങ്ക് ഉണ്ട് അല്ലേ. അത് ഒരു HTTP, അതൊരു ലിങ്കാണ്. ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡെസ്റ്റിനേഷനിലോട്ടാണ് വരുന്നത് അല്ലേ. ഇപ്പോൾ എൻ്റെ സ്ക്രീന് ഷെയർ ചെയ്യുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ റിസോഴ്സ് ഉണ്ട്. ആ ഒരു റിസോഴ്സിലേക്കാണ് ആ URL ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വരുന്നത്. അപ്പോൾ അതിനർത്ഥം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ദിസ് റിസോഴ്സ് ഓഫ് വെബ് ആർ ട്രാൻസ്ഫേർഡ് വയ ഹൈപ്പർ ടെക്സ്റ്റ് പ്രോട്ടോകോൾ. HTTP വഴിയാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, നെറ്റ് വഴി. പിന്നെ ആക്സസ്ഡ് ബൈ യൂസേഴ്സ് ബൈ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കോൾഡ് വെബ് ബ്രൗസർ ആൻഡ് ആർ പബ്ലിഷ്ഡ് ബൈ ദ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കോൾഡ് വെബ് സെർവർ. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു വെബ് സെർവർ, ഇതിനൊക്കെ ഒരു സെർവർ ഉണ്ട്. ഇപ്പോൾ ഗൂഗിളിൻ്റെ സെർവർ വഴിയാണ് നമ്മളിപ്പോൾ ഈ ഗൂഗിൾ മീറ്റ് നടത്തുന്നത്. ഓക്കെ, അതാണ് എൻ്റെ വെബ് സെർവർ. ആക്ച്വലി എൻ്റെ സ്ക്രീന് ആക്ച്വലി ഗൂഗിളിൻ്റെ വെബ് സെർവറിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആക്ച്വലി. ഓക്കെ, ഇത് നേരിട്ട് ഞാനും നിങ്ങളുടെ മൊബൈലും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് കണക്ഷൻ അല്ല ഇതിൽ വരുന്നത്. ഒരു വെബ് സെർവർ വഴിയാണ് ഗൂഗിളിൻ്റെ ഈ സർവീസൊക്കെ റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് വെബ് സെർവർ അല്ലെങ്കിൽ വെബ്സൈറ്റ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റ് ടിം ബെർണേഴ്സ്-ലീ എന്ന് പറഞ്ഞ ആളാണ് വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത്. ഓക്കെ, വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ആ ഒരു www അതായത് ഏതെങ്കിലും ഒരു ബ്രൗസർ എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റിലത്തെ ബ്രൗസറാണ് ഈ www എന്ന് പറയുന്ന സംഭവം ഫസ്റ്റിൽ വന്ന. ഓക്കെ, അതിനാണ് വേൾഡ് വൈഡ് വെബ് എന്ന് ആദ്യം പറഞ്ഞിരുന്നത്. ഒരു ബ്രൗസർ ആയിരുന്നു. അത് കണ്ടുപിടിച്ചത് 1989 ഓക്കെ, ആ ഒരു ഐഡിയ കിട്ടിയത് ആക്ച്വലി. അപ്പോൾ ഹി റോട്ട് ഫസ്റ്റ് വെബ് ബ്രൗസർ ഇൻ 1990. 1990 ആദ്യത്തെ വെബ് ബ്രൗസർ റൈറ്റ് ചെയ്തത്. അത് റൈറ്റ് ചെയ്തതെന്ന് പറയാൻ കാരണമുണ്ട്. ഇന്നത്തെ ബ്രൗസറും അന്നത്തെ ബ്രൗസറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ദ ബ്രൗസർ വാസ് റിലീസ്ഡ് ഇൻ 1991.
ഓക്കെ. 1991 ഫസ്റ്റിലത്തെ വെബ് ബ്രൗസർ റിലീസായത്. അപ്പോൾ എത്ര വർഷമായി? 91 എന്ന് പറഞ്ഞാൽ 2001, 2011, 2021, 30 വർഷമായിട്ടേ ഉള്ളൂ നമ്മളെ ഇൻ്റർനെറ്റ് ബ്രൗസർ വന്നിട്ട്. ഓക്കെ. ഇപ്പോൾ വളരെ ഡെവലപ്ഡായി. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഇമേജ് ഒന്നും അന്നില്ല. വെറും ഒരു ടെക്സ്റ്റ് എഡിറ്റർ പോലെയായിരുന്നു ഫസ്റ്റിലത്തെ വെബ് ബ്രൗസറൊക്കെ. ഓക്കെ. ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നോട്ട് പാഡ് അതുപോലെയൊക്കെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മാത്രമായിരുന്നുള്ളൂ. അതിനകത്ത് ഗ്രാഫിക്സോ ഇമേജോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ വെബ് ബിഗാൻ ടു എൻ്റർ എവരിഡേ യൂസ് ഇൻ 93 അല്ലെങ്കിൽ 94. അപ്പോൾ 93, 94 കാലഘട്ടത്തിലാണ് ഇൻ്റർനെറ്റ് ബ്രൗസർ ഒരുവിധം പോപ്പുലറായി വന്നത്. ഓക്കെ. വെൻ വെബ്സൈറ്റ് ഫോർ ജനറൽ യൂസ് സ്റ്റാർട്ടഡ് ടു ബിക്കം അവൈലബിൾ. ഓക്കെ. ആ സമയത്താണ് ജനറൽ പർപ്പസിന് വേണ്ടി ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ വേൾഡ് വൈഡ് വെബ് ഹാസ് ബീൻ സെൻട്രൽ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ എൻ്റർടൈൻമെൻറ്റ് ഏജ് ആൻഡ് ഈസ് പ്രൈമർലി ബില്യൺസ് ഓഫ് പീപ്പിൾ യൂസ് ടു ഇൻറ്ററാക്ട് ഇൻ ദ ഇൻ്റർനെറ്റ്. അപ്പോൾ അതിനുശേഷമാണ് എല്ലാവരും എല്ലാ കാര്യത്തിനും ഈ ഇൻ്റർനെറ്റിനെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കൂടി, ബ്രൗസറുകളുടെ ഉപയോഗം കൂടി. അതെന്താണ്, അതുകൊണ്ട് എന്തൊക്കെയാണ് കാര്യം എന്നുള്ളതൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി. 93, 94 ശേഷം ആ ഒരു ബ്രൗസർ, ഇൻ്റർനെറ്റ് ബ്രൗസർ എന്നുള്ള ആ ഒരു സിസ്റ്റം കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ ആൾക്കാരും കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലോ യൂസ് ചെയ്യുന്ന എല്ലാവരും ഈ ബ്രൗസറുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. വെബ് റിസോഴ്സസ് മേ ബി എനി ടൈപ്പ് ഓഫ് ഡൗൺലോഡ് മീഡിയ. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇമേജ് ആവാം, ടെക്സ്റ്റ് ആവാം, വീഡിയോ ആവാം. ഓക്കെ. പക്ഷെ അതൊക്കെ എന്താണ്, അത് ഒരു HTTP അല്ലെങ്കിൽ HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന ആ ഒരു ലാംഗ്വേജിലേക്ക് ഫോർമാറ്റ് ചെയ്യപ്പെട്ടതാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് നമുക്ക് വെബ്സൈറ്റിലൂടെ കാണാൻ പറ്റുന്നത്. അതൊരു വീഡിയോ ആയാലും ശരി, ഇമേജ് ആയാലും ശരി, എല്ലാം ഒരു HTML ഫോർമാറ്റിലാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ യൂട്യൂബൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ സ്ക്രീനിൽ ഒരു എറർ കാണിക്കാൻ സാധ്യതയുണ്ട്. സപ്പോർട്ടഡ് എന്ന HTML5 നോട്ട് സപ്പോർട്ടഡ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എററൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനർത്ഥം ആ ഒരു വീഡിയോ പോലും HTML ഫോർമാറ്റിലാണ് വരുന്നതെന്നാണ്. സ്പെഷ്യൽ HTML syntax displays embedded hyperlink with the URLs which permits users to navigate to other web resources. ഇപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ HTML അതുപോലെ തന്നെ URL ഹൈപ്പർ ലിങ്ക് ടെക്സ്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് എന്താണ്, നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് വഴി മറ്റുള്ള വെബ്സൈറ്റിലോട്ട് പോകാനും. ഓക്കെ. നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് കണ്ടു, അതിനകത്ത് ഇതുപോലെ URLകൾ ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് കണ്ടു. ഓക്കെ. ആ വെബ്സൈറ്റിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ URL അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ കാണും. അപ്പോൾ ഹൈപ്പർ ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിൻ്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ആയിട്ട് ഒരു വെബ്സൈറ്റിലോട്ട് നമ്മളെ റീഡയറക്റ്റ് ചെയ്യും. അതാണ് ഹൈപ്പർ ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക് ആയിട്ടുള്ള ഏത് ടെക്സ്റ്റിനെയും നമുക്ക് ഹൈപ്പർ ലിങ്ക് ചെയ്യാൻ പറ്റും. മൈക്രോസോഫ്റ്റ് വേർഡിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് എഡിറ്ററിലായാലും ശരി, നമുക്ക് എന്താണ് ഒരു പേജ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഹൈപ്പർ ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. മൈക്രോസോഫ്റ്റ് വേർഡിനകത്തൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഒരു വെബ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ വെബ് അഡ്രസ്സിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും, ആ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താലേ. ഓക്കെ. അപ്പോൾ അങ്ങനെ പോകുന്നത് ചിലപ്പോൾ ഒരു ഇമേജിനകത്തോട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് അകത്തോട്ടായിരിക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് റിസോഴ്സ് ആയിരിക്കും. ഓക്കെ. വെബ്സൈറ്റ് കമ്പോണൻറ്റ് എന്തെങ്കിലും അങ്ങനെയുള്ള
ഡാറ്റകളിലേക്കായിരിക്കും ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മളെ. ഓക്കെ, വെബ് പേജസ് മേ കണ്ടെയ്ൻ reference to image, video, audio and software components which are either displayed or internally executed in the user's web browser to render pages or stream of multimedia content. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ബ്രൗസർ ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ അതിനകത്ത് ഒരു വീഡിയോ പ്ലേ ചെയ്യുമായിരിക്കും അല്ലേ. അതല്ലെങ്കിൽ ആ ലിങ്ക് നമ്മളെ എത്തിക്കുന്നത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള സ്ഥലത്തോട്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗെയിം മൊബൈലിലാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഗെയിം പ്ലേ ചെയ്യുന്നതിലേക്കായിരിക്കും. അപ്പോൾ അത് എന്തും ആവാം. ഓക്കെ, ഈ URL വഴി നമ്മൾ എത്തിപ്പെടുന്നത് ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക, ആ ഒരു മീഡിയ എന്ന് പറയുന്നത് ഓഡിയോ, വീഡിയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്തുമാവാം. അല്ലെങ്കിൽ ആ ഒരു ബ്രൗസറിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുന്നതാവാം. ഓക്കെ, അത് ഓരോ ലിങ്കിനും ഡിപ്പെൻഡഡ് ആണ്. മൾട്ടിപ്പിൾ വെബ് റിസോഴ്സ് വിത്ത് എ കോമൺ തീം ആൻഡ് യൂഷ്വലി എ കോമൺ ഡൊമൈൻ നെയിം മേക്ക് എ വെബ്സൈറ്റ്. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഒരു കോമൺ ഡൊമൈൻ നെയിം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ google.com അല്ലെങ്കിൽ yahoo.com അല്ലെങ്കിൽ അതുപോലെയുള്ള .com എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു ഡൊമൈൻ നെയിം ഉണ്ടാവും. .com എന്നുള്ളതല്ല ഡൊമൈൻ നെയിം. പിന്നെ ഗൂഗിൾ എന്നൊക്കെ പറയുന്നതൊക്കെ ഡൊമൈൻ നെയിമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ, ഫസ്റ്റ് ലെവല് റൂട്ട് ഡൊമൈൻ നെയിം, അതുപോലെ തന്നെ സെക്കൻഡ് ലെവൽ ഡൊമൈൻ, തേർഡ് ലെവൽ ഡൊമൈൻ, അങ്ങനെ പഠിച്ചു. ഓരോ ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ വെബ്സൈറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ആർ റണ്ണിങ് എ വെബ് സെർവർ which is a program that responds to request made over the internet from the web browser running on user's computer. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു വെബ് പേജ്, ഇപ്പോൾ ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ടിപ്സ് ലൈജു എന്ന് പറഞ്ഞ ആ വെബ്സൈറ്റ് ഒരു വെബ് സെർവറിനകത്ത് ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ വെബ്സൈറ്റിനകത്തുള്ള എല്ലാ യൂട്യൂബ് വീഡിയോകളും അതുപോലെ തന്നെ അതിൻ്റെ കണ്ടൻസുകളും ഒക്കെ ഇൻ്റർനെറ്റിലെ ഒരു സെർവർ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിനകത്ത് ഉള്ള ഏതെങ്കിലും ഒരു ഡാറ്റ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റ നമ്മുടെ സ്ക്രീനിലോട്ട് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. അത് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഒരു റിമോട്ടായിട്ടുള്ള ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെബ് സെർവറിനകത്തുനിന്നാണ് നമുക്ക് ഈ ഡാറ്റ കിട്ടുന്നത്. Okay, website content can be provided by a publisher or interactively from user generated content. Okay, websites are provided for myriad of informative and entertainment, commercial and government reasons. അപ്പോൾ വെബ്സൈറ്റിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റ് പ്രതീക്ഷിക്കാം, അല്ലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഡാറ്റകളായിരിക്കാം, കൊമേഴ്ഷ്യൽ ബിസിനസ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാവാം, ഗവൺമെൻറ് ആവശ്യങ്ങൾക്കാവാം, എന്തും ആവാം. ഓക്കെ, വെബ്സൈറ്റിനകത്ത് നമുക്ക് കിട്ടുന്നത് എന്തും ആവാം. എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ളതാവാം, എൻ്റർടൈൻമെൻ്റ് ആവാം. അത് നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതും കാണുന്നതും ഒക്കെ. ദ ഫസ്റ്റ് വെബ് ബ്രൗസർ അല്ലെങ്കിൽ ബ്രൗസർ അല്ലെങ്കിൽ എഡിറ്റർ. ഓക്കെ, എന്ന് പറയാൻ കാരണം ഫസ്റ്റ് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ന് കാണുന്നത് പോലുള്ള ഒരു ബ്രൗസർ അല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതിന് നമ്മൾ ബ്രൗസർ എന്നും പറയും, വെബ് ബ്രൗസർ അല്ലെങ്കിൽ ബ്രൗസർ ഓർ എഡിറ്റർ. പണ്ടത്തെ കാലത്ത് ഇതാണ് വന്ന ഫസ്റ്റ് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഒരു എഡിറ്റർ മാത്രമാണ്. ആക്ച്വലി വാസ് കോൾഡ് വേൾഡ് വൈഡ് വെബ്, സ്പേസ് ഇല്ലാതെ കേട്ടോ. വേൾഡ് വൈഡ് വെബ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് റിലീസായിട്ടുള്ള വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. As after all, when it was written in 1990, ഓക്കെ, നമ്മൾ പറഞ്ഞു 1990 ഫസ്റ്റ് വെബ് ബ്രൗസർ കണ്ടുപിടിച്ചത്. ഇറ്റ് വാസ് ഓൺലി എ വേ ടു സീ ദ വെബ്സൈറ്റ് വിച്ച് ഈസ് നൗ സ്പെൽഡ് വേൾഡ് വൈഡ് വെബ് വിത്ത് സ്പേസസ്. അപ്പോൾ ആദ്യം കണ്ടുപിടിച്ചത് വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞ ആ ഒരു പേരിലായിരുന്നു. ഓക്കെ, പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ
ഈ വേൾഡ് വൈഡ് വെബ് എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ ബ്രൗസറിന് മാത്രം കൊടുത്താൽ പറ്റുന്ന ഒരു പേരായിട്ട് തോന്നിയില്ല. കാരണം അതൊരു ഒരു ആസ്പെക്റ്റ് ആണ്. ഒരു വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ബ്രൗസറിന് മാത്രം കൊടുത്താൽ പോരാ ആ ഒരു കണ്ടന്റിന്റെ ആ ഒരു മീനിങ്. അതുകൊണ്ട് എന്ത് ചെയ്ത് ഈ വേൾഡ് വൈഡ് വെബിന് വേറെ പേര് കൊടുത്തു. പക്ഷേ ഈ വേൾഡ് സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ വേൾഡ് വൈഡ് വെബ് ഇന്റർനെറ്റ് എന്ന് പറയുന്നതിന് ആ ഒരു ടേമിന് വേൾഡ് വൈഡ് വെബ് എന്ന് സ്പേസോടെ കൂടെ പറയാൻ തുടങ്ങി. ഓക്കെ, നോർമൽ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയക്ക് വിത്ത് സ്പേസ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ പണ്ടത്തെ ആ ഒരു ബ്രൗസറിന് വിത്തൗട്ട് സ്പേസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം ഈ ഒരു പേര് മാറ്റിയിട്ടുണ്ട്, വേൾഡ് വൈഡ് വെബ് എന്നുള്ളതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കണം. ഓക്കെ, എന്തായാലും ഫസ്റ്റ് വന്നപ്പോൾ ഈ വേൾഡ് വൈഡ് വെബിന് സ്പേസ് ഇല്ലാതെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഏർലി വെബ് ബ്രൗസർ സ്റ്റാർട്ടഡ് വിത്ത് എ ടെക്സ്റ്റ് ഓൺലി ബ്രൗസർ, ഓക്കെ, കോൾഡ് ലിങ്ക്സ്. ഫസ്റ്റിലത്തെ ആദ്യകാലത്തുള്ള ബ്രൗസറുകൾ ഒരു ടെക്സ്റ്റ് ഓൺലി ബ്രൗസർ ആയിരുന്നു. അതായത് അതിനകത്ത് ഇമേജോ വീഡിയോകളോ അല്ലെങ്കിൽ അഡീഷണൽ ബിൽറ്റ് ഇൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പോപ്പപ്പുകളോ ഒന്നും വന്നിരുന്നില്ല. ഒക്കെ വെറും ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു ഫസ്റ്റിലത്തെ വെബ് ബ്രൗസറുകളൊക്കെ. പിന്നീട് വന്ന ഈ മൊസൈക്ക് എന്ന് പറയുന്ന ഒരു ബ്രൗസർ വന്നു. അതിനകത്താണ് ആദ്യമായിട്ട് ഇമേജുകൾ ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഇമേജ് ആ ടെക്സ്റ്റിൻ്റെ ഇൻലൈനായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങി. അതിന് മുൻപ് വന്നതിനകത്തൊക്കെ ടെക്സ്റ്റ് ഇമേജ് ഉണ്ടെങ്കിൽ തന്നെ അത് ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള ഇമേജ് ആയിരിക്കും. നിങ്ങൾക്കറിയാം, ചില ക്യാരക്ടർ ഇല്ലേ, ടെക്സ്റ്റുകൾ സിമ്പിളുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, സ്റ്റാർ അങ്ങനെയുള്ള കുറേ പർട്ടിക്കുലർ ഇമേജിൻ്റെ അതേ രീതിയിൽ അലൈൻ ചെയ്ത് വെച്ചിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഇമേജൊക്കെ വന്നിരുന്നു. അത് വേറെ വിൻഡോയിലാണ് ഫസ്റ്റൊക്കെ വന്നത്. പക്ഷേ ഈ മൊസൈക്ക് തന്നെ ബ്രൗസർ വന്നതോടെ ഇമേജും ടെക്സ്റ്റും ഒരേ പേജിൽ തന്നെ അല്ലെ ഒരേ ലൈനായിട്ട്, അതായത് ടെക്സ്റ്റ് കഴിഞ്ഞ ഉടനെ ഇമേജ് ആ ഒരു രീതിയിൽ വരാൻ തുടങ്ങി. അത് മൊസൈക്ക് എന്ന് പറഞ്ഞ ആ ഒരു ബ്രൗസറാണ് കേട്ടോ. മൊസൈക്ക് ഈസ് ദ ഫസ്റ്റ് ബ്രൗസർ ടു ഡിസ്പ്ലേ ദ ഇമേജ് ഇൻ ലൈൻ വിത്ത് ടെക്സ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് സെപ്പറേറ്റ് വിൻഡോ. പിന്നെ അതിനുശേഷം കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള നെറ്റ്സ്കേപ്പ് എന്ന് പറഞ്ഞ ഒരു ബ്രൗസർ വന്നു. നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ. ഓക്കെ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ഓക്കെ, ഈ രണ്ടായിരുന്നു മെയിനായിട്ട് പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന ബ്രൗസർ. അതായത് വിൻഡോസ് 95, 98 ഉണ്ട്. അതിലൊക്കെ വിൻഡോസ് ഈ നെറ്റ്സ്കേപ്പ് ഒക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നെ വിൻഡോസ് XP, വിൻഡോസ് 98 അതിനൊക്കെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ 2004 മോസില്ല ഫയർഫോക്സ് റിലീസായി. ഓക്കെ, 2004 മോസില്ല ഫയർഫോക്സ് എന്നുള്ള ഒരു ബ്രൗസർ വന്നു. അതുവരെ കൂടുതലായിട്ടും ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആയിരുന്നു എല്ലാ കമ്പ്യൂട്ടറിലും യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, 2004 ശേഷം 2004 അതേ ഒരു ടൈമിൽ തന്നെ ഈ ആപ്പിളിൻ്റെ സഫാരി എന്നുള്ള വെബ് ബ്രൗസറും വന്നു. ഓക്കെ, അത് പക്ഷേ മാക് അതിനകത്തൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്തത്, മാക് ബുക്ക് ആപ്പിളിൻ്റെ. പിന്നീട് ഈ ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി കൂടുതലായിട്ടും ഈ കമ്പ്യൂട്ടർ ഡെവലപ്മെൻറ്റിലും അതുപോലെ തന്നെ മൊബൈൽ ഡെവലപ്മെൻറ്റിലും കൂടുതലായിട്ട് പോയി. ബ്രൗസറിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല അതിനുശേഷം. പിന്നെ 2008 ഗൂഗിൾ ക്രോം റിലീസായി. ഓക്കെ, 2008 സെപ്റ്റംബർ 2 ഗൂഗിൾ ക്രോം വന്നു. അതിനുശേഷം മിക്കവാറും എല്ലാ സ്ഥലത്തും ഗൂഗിൾ ക്രോമിൻ്റെ ഒരു ആധിപത്യം എന്ന് പറയാം. അതായിരുന്നു മെയിനായിട്ട് മുന്നിട്ട് നിന്നത് ഗൂഗിൾ ക്രോം വന്നപ്പോൾ. ഗൂഗിൾ ക്രോം വന്നതിന് ശേഷം അതൊരു ബണ്ടിലായിട്ട്, ഒരു ബൾക്കായിട്ട് ഒരു അപ്ലിക്കേഷൻസ്, ഒരു ബൾക്ക് അപ്ലിക്കേഷൻസ് ആണ് ഗൂഗിൾ ക്രോമും
അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ നിങ്ങൾക്കറിയാം ഗൂഗിൾ മെയിൽ അല്ലേ, ജിമെയിൽ, അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 2008 ശേഷം മെയിനായിട്ടുള്ള ബ്രൗസറായി ഈ ഗൂഗിൾ ക്രോം മാറി. ഓക്കെ, അപ്പോൾ വന്നത് ഫസ്റ്റ് ടെക്സ്റ്റ് ബേസിലുള്ള ഒരു ബ്രൗസറായിരുന്നു വന്നത്. പിന്നീട് ഈ നെറ്റ്സ്കേപ്പ് വന്നു, അതായത് നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ, പിന്നെ മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ഇതിനും ഓരോ വെർഷൻസ് ഉണ്ട് കേട്ടോ. എക്സ്പ്ലോറർ 3, 4, 5, 6, 7 അങ്ങനെ അതിനും ഓരോ വെർഷൻസ് ഉണ്ട്. ഓക്കെ, അപ്ഡേറ്റ് ആവും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ 11 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ 11. ഓക്കെ, അതിനുശേഷം മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ റിലീസായി. അപ്പോൾ അതാണ് വിൻഡോസ് 10-നകത്തൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഈ PDF കാണുന്നതും മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനകത്താണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, അത് മൈക്രോസോഫ്റ്റ് എഡ്ജ് വിൻഡോസിൻ്റെ തന്നെ ബിൽറ്റിൻ ആയിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഈ ഗൂഗിൾ ക്രോം ഓരോന്നിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയാം. പോപ്പുലർ ആയിട്ടുള്ള വെബ് ബ്രൗസർ, ഓക്കെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസറുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ ഒന്നാമത് വരുന്നത് ഗൂഗിൾ ക്രോം ആണ്. ഓക്കെ, ഗൂഗിൾ ക്രോമിനേക്കാളും മുമ്പേ റിലീസായതാണ് ഫയർഫോക്സ്. എന്നാലും അതായത് പോപ്പുലാരിറ്റിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ ഗൂഗിൾ ക്രോം തന്നെയാണ്. ഗൂഗിൾ ക്രോം ഇസ് എ ക്രോസ് പ്ലാറ്റ്ഫോം വെബ് ബ്രൗസർ ഡെവലപ്ഡ് ബൈ ഗൂഗിൾ. ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിൻഡോസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. വിൻഡോസിൻ്റെ 10, അതുപോലെ തന്നെ വിൻഡോസ് 8, വിൻഡോസ് 7, വിസ്റ്റ, വിൻഡോസ് XP, അതിലൊക്കെ എല്ലാ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസിനകത്തും ഗൂഗിൾ ക്രോം വർക്ക് ചെയ്യും. ഓക്കെ, ആ 2008 ശേഷം വന്നിട്ടുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വിൻഡോസിൻ്റെ എല്ലാ വെർഷനകത്തും ഗൂഗിൾ ക്രോം വർക്ക് ചെയ്യും. അത് ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ പുതിയ അപ്ഡേറ്റുകളൊക്കെ വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് അല്ലാതെ ലിനക്സ്, പിന്നെ മാക് OS, പിന്നെ ഐഫോണിൻ്റെ iOS, ആൻഡ്രോയിഡിൻ്റെത് പ്രത്യേകിച്ച് പറയാനില്ല. കാരണം ആൻഡ്രോയിഡ് തന്നെയാണ് ഈ ഗൂഗിളിൻ്റെ തന്നെയാണ് മെയിനായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ഫോണ്, അതുപോലെ തന്നെ അതിലൊക്കെ ബിൽറ്റിൻ ആയിട്ട് വരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരു ബ്രൗസറാണ് ഈ ഗൂഗിൾ ക്രോം. അപ്പോൾ ഗൂഗിൾ ക്രോം വാസ് എ ക്രോസ് പ്ലാറ്റ്ഫോം വെബ് ബ്രൗസർ ഡെവലപ്ഡ് ബൈ ഗൂഗിൾ. ഇറ്റ് വാസ് ഫസ്റ്റ് റിലീസ്ഡ് ഇൻ 2008 for Microsoft Windows, built in with free software components from അത് ആപ്പിൾ വെബ്കിറ്റും മൈക്രോസോഫ്റ്റ് ഫയർഫോക്സിൻ്റെയും, ഓക്കെ, ആപ്പിൾ വെബ്കിറ്റിൻ്റെയും മൈക്രോസോഫ്റ്റ് ഫയർഫോക്സിൻ്റെയും ഫ്രീ സോഫ്റ്റ്വെയറുകൾ ബേസ് ചെയ്തിട്ടാണ് ഗൂഗിൾ ക്രോം ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ എന്താണ് ഫ്രീ സോഴ്സ് ഉണ്ടാവും, സോഴ്സ് കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഗൂഗിൾ ക്രോമും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. It was later ported to Linux, Mac OS, iOS and Android, where it is the default browser built into OS. ആൻഡ്രോയിഡിനകത്തുള്ള ഡിഫാൾട്ട് ബ്രൗസറായിട്ട് മുമ്പ് കൊടുത്തിരുന്നത് ഈ ഗൂഗിൾ ക്രോം ആണ്. ഇപ്പോൾ വേറെയും ബ്രൗസർ, ആൻഡ്രോയിഡിൻ്റെ ഗൂഗിൾ ക്രോം അല്ലാതെ വേറെയും ബ്രൗസർ അവൈലബിൾ ആണ് ഡിഫാൾട്ടായിട്ട് ആൻഡ്രോയിഡിനകത്ത്. ഓക്കെ, ദിസ് ബ്രൗസർ ഈസ് ഓൾസോ ദ മെയിൻ കമ്പോണൻ്റ് ഓഫ് ഗൂഗിൾ ക്രോം OS. ഗൂഗിൾ ക്രോമിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് അല്ലേ? ഗൂഗിളിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ക്രോം OS എന്നാണ് അതിന് പറയുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിലും ഈ ക്രോം OS എന്ന് പറഞ്ഞ OS വരുന്നുണ്ട്. അത് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും എന്താണ് ക്രോം OS, ക്രോം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് നമ്മൾ വിൻഡോസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിനകത്ത് നമുക്ക് ഈ യൂസർ ക്രിയേറ്റ് ചെയ്യാനും ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അത് കൂടുതലായിട്ടും ടാബ്ലറ്റ് മോഡിലാണ് വരുന്നത്.
ഗൂഗിൾ ക്രോമിനകത്ത് ഉള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട്, ക്രോം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, this browser is also the main component of Chrome OS, where it serves as the platform for web applications. Google Chrome features include synchronization with the Google services and accounts, labeled tabbed browsing, and automatic translation and spell check of web pages. It also features an integrated address bar search bar called Omnibox. അതായത് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് എന്താണ്, സിങ്ക്രണൈസ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. നമ്മളിപ്പോൾ ഒരു മൊബൈലിനകത്ത് നമ്മുടെ ഇമെയിൽ വെച്ചിട്ട് ഗൂഗിൾ ക്രോമിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന നമ്മുടെ ഹിസ്റ്ററി, ഓക്കെ, നമ്മൾ ബ്രൗസ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററികൾ, അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള വെബ് പേജുകൾ, അതായത് ഫേവറേറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ബുക്ക് മാർക്ക്. ഓക്കെ, ബുക്ക് മാർക്ക് എന്ന് പറയും. അത് നമുക്ക് പഠിക്കാനുണ്ട്, ബുക്ക് മാർക്ക് എന്താണെന്നുള്ളത്. അതായത് നമുക്ക് എപ്പോഴും കൂടുതൽ ഉപയോഗിക്കേണ്ട വെബ്സൈറ്റുകൾ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കും. ഞാനിപ്പോൾ ഈ ഒരു ഗൂഗിൾ ക്രോം എടുത്ത് കാണിച്ചാൽ, ഇപ്പോൾ ഇതിനകത്ത് ഞാനിവിടെ മുകൾ ഭാഗത്ത് ഇതൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ITI എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിനകത്ത് ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, CHNM കോഴ്സ് സ്റ്റഡി മെറ്റീരിയൽ, ഭാരത് സ്കിൽസിൻ്റെ വെബ്സൈറ്റ്, ഗൂഗിൾ കലണ്ടർ, CHNM Shift 2 എന്ന് പറഞ്ഞ നമ്മുടെ ക്ലാസ് റൂം, ഗൂഗിൾ മീറ്റ്. ഞാൻ എപ്പോഴും ഗൂഗിൾ മീറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ എപ്പോഴും ഞാൻ ഗൂഗിൾ മീറ്റ് എന്നുള്ള വെബ്സൈറ്റ് സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് ഗൂഗിളിൻ്റെ കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടൊന്നല്ല ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഒരു ITI എന്നുള്ള ഫോൾഡർ എടുക്കും, ഗൂഗിൾ മീറ്റ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യും, അപ്പോൾ ക്ലാസ് സ്റ്റാർട്ടാവും, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് സ്റ്റാർട്ടാവും. ഇത് നമുക്ക് എന്താണ്, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്രയും വർക്ക് ഒഴിവായി കിട്ടും. ഒരു പ്രാവശ്യം നമ്മൾ Ctrl+D എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഫോൾഡറിൽ നമ്മൾ ഈ ഗൂഗിൾ മീറ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേജ്, റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പേജ് സേവ് ചെയ്ത് വെച്ചാൽ വളരെ ഈസി ആയിട്ട് അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ വാട്സപ്പ്, ഓക്കെ, വാട്സപ്പ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു പേജിൽ ഓപ്പൺ വിത്ത് ന്യൂ ടാബ് എന്ന് പറഞ്ഞു കൊടുത്താൽ എനിക്ക് പുതിയ ടാബിനകത്ത് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. അതാണ് ബ്രൗസറിനകത്ത് നമ്മൾ ഈ ബുക്ക് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഗൂഗിൾ ക്രോമിന് സിങ്ക്രണൈസേഷൻ്റെ ഒരു ഫീച്ചർ ഉണ്ട്. അതായത് ഞാൻ ഈ മൊബൈലിനകത്ത് അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിനകത്ത് ലോഗിൻ ചെയ്തിട്ടുള്ള, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും മുകൾ ഭാഗത്ത് എൻ്റെ ഒരു ഇമെയിൽ ID കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, അത് വെച്ചിട്ട് അതേ ഒരു ഇമെയിൽ IDയിൽ ഞാനൊരു മൊബൈൽ ലോഗിൻ ചെയ്താൽ എനിക്ക് ഈ പറഞ്ഞ ഈ ഗൂഗിൾ ആഡ് ചെയ്തിട്ടുള്ള ബുക്ക് മാർക്കും അതുപോലെ തന്നെ സെർച്ച് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എനിക്ക് ഏത് ഡിവൈസിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടും. നമ്മൾ ഉപയോഗിച്ച വെബ്സൈറ്റ് നമുക്ക് ഏത് കമ്പ്യൂട്ടർ ആയാലും ശരി നമുക്ക് ആ ഒരു സിങ്ക്രണൈസേഷൻ കിട്ടും. ഓക്കെ, അതിൻ്റെ മെയിൻ ഒരു ഫീച്ചറാണ്. അപ്പോൾ അത് മറ്റുള്ള ബ്രൗസറുകളും അതിപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഗൂഗിൾ ക്രോം അല്ലാതെ മോസില്ല ഫയർഫോക്സിലും ആ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഗൂഗിൾ ക്രോമിനകത്തുള്ള മറ്റ് ഫീച്ചേഴ്സാണ് ടാബ്ഡ് ബ്രൗസിങ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു വിൻഡോ അല്ലാതെ മറ്റൊരു ടാബ് മുകളിൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് മുകൾ ഭാഗത്ത് ഒന്നിൽ കൂടുതൽ ടാബായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിനകത്ത് തന്നെ വേറെ പേജായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് വിൻഡോ അല്ലാതെ സെപ്പറേറ്റ് ടാബുകളിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ. ഓക്കെ, നമുക്ക് നമ്മുടെ പേജ് ഓപ്പണായി വരുന്നത് ചിലപ്പോൾ ഹിന്ദിയിലായിരിക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹിന്ദിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ മലയാളത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഗൂഗിൾ ക്രോമിൽ പോസിബിളാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിലോട്ട്
അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ചിലരൊക്കെ യൂട്യൂബും ഗൂഗിൾ ഇൻ്റർനെറ്റ് ബ്രൗസറൊക്കെ യൂസ് ചെയ്യുന്നത് ചിലരൊക്കെ മലയാളത്തിലായിരിക്കാം അല്ലേ. നിങ്ങൾ മൊബൈൽ ഓപ്പൺ ചെയ്തിട്ട് ചിലപ്പോൾ യൂട്യൂബ് കാണുന്നത് ചിലപ്പോൾ മലയാളത്തിലായിരിക്കും, തുറക്കുക അടയ്ക്കുക എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, അത് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ വഴിയാണ് നടക്കുന്നത്. പിന്നെ സ്പെല്ലിംഗ് ചെക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിൾ ക്രോമിനകത്തുണ്ട്. അതുപോലെ തന്നെ ഒരു സെർച്ച് ഫീച്ചർ അഡ്രസ് ബാറിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് google.com എന്ന് വേറെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അഡ്രസ് ബാറിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെർച്ച് ആയിട്ട് അതിൻ്റെ റിസൾട്ട് കാണിക്കും. ഓക്കെ, മറ്റുള്ള ചില ബ്രൗസറുകളിൽ അങ്ങനെ ടൈപ്പ് ചെയ്താൽ അത് ഒരു വാലിഡ് വെബ് അഡ്രസ് അല്ല എന്നും പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും. ഓക്കെ, മറ്റുള്ള ചില വെബ് ബ്രൗസറിനകത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടാൽ അതൊരു വാലിഡ് അഡ്രസ് അല്ല എന്നും പറഞ്ഞിട്ടുള്ള എറർ മെസ്സേജ് ചിലപ്പോൾ വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ ബ്രൗസറാണ് ഫയർഫോക്സ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഗൂഗിളിൻ്റെ പോപ്പുലാരിറ്റി. ഓക്കെ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുക എന്നതിന് പകരം ഇപ്പോൾ ചിലരൊക്കെ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ചെയ്യുക എന്നാണ്. കാരണം ഗൂഗിളിൽ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ നോക്കുക എന്നുള്ള രീതിയിലോട്ട് ഇപ്പം അത്രയും പോപ്പുലറായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നെറ്റിൽ നോക്കിയാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ എല്ലാവരും ഗൂഗിളിൽ നോക്കിയാൽ മതി എന്ന് പറയുന്നത്. കാരണം അത് അത്രയും ആൾക്കാർ ഉപയോഗിച്ച് ആ ഒരു പോപ്പുലാരിറ്റി അത്രയും പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി മോസില്ല ഫയർഫോക്സ് ആണ് ഇനി നോക്കേണ്ടത്. ഫയർഫോക്സ് ഇതുപോലെ തന്നെ ഗൂഗിൾ കഴിഞ്ഞാൽ വരുന്ന മെയിനായിട്ടുള്ള ഒരു ബ്രൗസറാണ്. അതും ഒരു ഫ്രീ ആയിട്ടുള്ള ബ്രൗസറാണ്. അത് ഉപയോഗിക്കാൻ നമ്മൾ ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഗൂഗിളും ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, മോസില്ല കോർപ്പറേഷനാണ് മോസില്ല ക്രിയേറ്റ് ചെയ്തത്. അത് റിലീസായത് നവംബർ 9, 2004 ഓക്കെ, ഗൂഗിൾ റിലീസായത് 2008 ഏത് മാസമായിരുന്നു? സെപ്റ്റംബർ 2 അല്ലേ. മോസില്ല ഫയർഫോക്സ് ഗെക്കോ റെൻഡറിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് മോസില്ല ഫയർഫോക്സ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, വെബ്സൈറ്റൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വിൻഡോസ് 7, വിൻഡോസ് 10 അതുപോലെ തന്നെ മൾട്ടി പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. വിൻഡോസ് 7, വിൻഡോസ് 10, മാക്ക്, ലിനക്സ്. പിന്നെ ലിനക്സിൻ്റെ തന്നെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള കുറേ വെർഷൻസ് ഉണ്ട്. അതായത് യുനിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ലുനിക്സ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും കേട്ടോ. യുനിക്സ് അല്ല, പക്ഷേ യുനിക്സ് പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് നമ്മൾ പറഞ്ഞു, അത് യൂസർ മോഡിഫിക്കേഷൻ പോസിബിൾ ആണ് യുനിക്സിനകത്ത് അല്ലേ, ലിനക്സിനകത്ത്. അപ്പോൾ അതാണ് ഫ്രീ BSD എന്ന് പറയും. പിന്നെ ഓപ്പൺ BSD, നെറ്റ് BSD അങ്ങനെയുള്ള വെർഷൻ അതെല്ലാം ലിനക്സിൻ്റെ അല്ലെങ്കിൽ യുനിക്സിൻ്റെ വെർഷൻസ് ആണ്. ഓക്കെ, ഡിസ്ട്രോ എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഡിസ്ട്രോ എന്താണെന്നുള്ളത്. അപ്പോൾ അതിനകത്തൊക്കെ ഈ മോസില്ല ഫയർഫോക്സ് വർക്ക് ചെയ്യും. ഗൂഗിൾ ക്രോമും അതിലൊക്കെ വർക്ക് ചെയ്യും കേട്ടോ. പിന്നെ ഫയർഫോക്സ് ഓൾസോ അവൈലബിൾ ഫോർ ആൻഡ്രോയിഡ് ആൻഡ് iOS. മൊബൈലിനകത്തും ഫയർഫോക്സ് വർക്ക് ചെയ്യും. ഹവർ iOS വേർഷൻ യൂസസ് WebKit ലേഔട്ട്. WebKit ലേഔട്ട് എന്ന് പറയുന്നത് iOSനകത്ത്, അതായത് എന്താണ് പറയുക, ഐഫോണ് അതുപോലെ തന്നെ ആപ്പിൾ മാക്ബുക്ക് ഇല്ലേ, അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഒരു ലേഔട്ടാണ് WebKit എന്ന് പറയുന്നത്. ഇതുവഴി തന്നെയാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ സഫാരി എന്നുള്ള ഒരു വെബ്സൈറ്റ് വെബ് ബ്രൗസറും ഉപയോഗിക്കുന്നത്. WebKit എന്ന് പറഞ്ഞ ഒരു ലേഔട്ടാണ്. WebKit layout engine instead of Gecko due to platform requirement as with all other iOS web browser. Okay, മറ്റുള്ള എല്ലാ iOS വെബ് ബ്രൗസറും
ഈ വെബ് കിറ്റ് iOS വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ് കിറ്റ് ലേ ഔട്ട് ആയിരിക്കണം. ഓക്കെ, സാധാരണ ഗെക്കോ എന്നുള്ള ഒരു ലേ ഔട്ട് ഐഫോണിനകത്തൊന്നും വർക്ക് ചെയ്യത്തില്ല. പിന്നെ എന്താണ്, an optimized version of Firefox is also available in Amazon Fire TV. Amazon Fire TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്റ്റിക്കാണ്. ആമസോൺ ഫയർ സ്റ്റിക്ക് എന്ന് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഫയർ TV. ആ ഒരു ഡിവൈസ് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള TV പ്രോഗ്രാംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അത് പർട്ടിക്കുലർ എന്താണ്, ഒരു പ്രത്യേക ഡിവൈസ് തന്നെയാണ്. അതിനകത്ത് റിമോട്ട് ഉണ്ട്. നമ്മൾ സാധാരണ TV പോലെ തന്നെ യൂസ് ചെയ്യാനും പറ്റും. അതിനകത്തുനിന്ന് വരുന്ന ബ്രൗസറാണ് ആമസോൺ സിൽക്ക് ബ്രൗസർ എന്ന് പറയുന്നത്. ആമസോൺ ഫയർ TV എന്താണെന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുക, എന്താണ് ആമസോൺ ഫയർ TV എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ മൈക്രോസോഫ്റ്റ് എഡ്ജ്, അത് ഞാൻ പറഞ്ഞു വിൻഡോസിൻ്റെ കൂടെ വരുന്നതാണ്. വിൻഡോസ് 10-നകത്താണ് അത് റിലീസ് ആയിട്ടുള്ളത്. ഓക്കെ, വിൻഡോസ് 10-ൻ്റെ കൂടെ ബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. അതും ക്രോസ് പ്ലാറ്റ്ഫോമാണ്, മറ്റുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് റിലീസായിട്ടുള്ളത് 2015-ലാണ്. ഓക്കെ, ഇറ്റ് വാസ് റിലീസ്ഡ് ഓൺ ഫോർ വിൻഡോസ് 10 ആൻഡ് എക്സ്ബോക്സ് ഇൻ 2015. ഓക്കെ, അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗസറാണ് ഈ മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. ഈ ഒരു സിമ്പിൾ കാണാം. ഓക്കെ, ഫോർ ആൻഡ്രോയിഡ് ആൻഡ് iOS ഇൻ 2017. ഓക്കെ, ആൻഡ്രോയിഡിലും ഐഫോണിനകത്തും 2017 റിലീസായിട്ടുണ്ട്. പിന്നെ മാക് ബുക്കിൽ വേണ്ടിയിട്ട് 2019 റിലീസായിട്ടുണ്ട്. പിന്നെ ലിനക്സിന് വേണ്ടി ഈ ഒക്ടോബർ 2020 ഇത് ഒരു പ്രിവ്യൂ വെർഷൻ റിലീസായിട്ടുള്ളത്. ചില വിൻഡോസ് 10-ൻ്റെ അപ്ഡേറ്റുകളിൽ എന്താണ്, നമ്മൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ അല്ല മൈക്രോസോഫ്റ്റ് എഡ്ജിലോട്ട് സ്വിച്ച് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിന് പകരം മൈക്രോസോഫ്റ്റ് എഡ്ജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. കാരണം രണ്ടും ഒരു അപ്ഡേറ്റ് പോലത്തെയാണ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൻ്റെ ലേറ്റസ്റ്റ് റീപ്ലേസ്മെൻ്റ് ആണ് ഈ മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയാം. and can replace Internet Explorer 11 on Windows 8.1, Windows Server 2012 R2, Windows Server 2016 and 2019. But unlike Internet Explorer 11, this version does not support Windows Vista and earlier versions. So Windows Internet Explorer latest version ആണ് Internet Explorer 11. ഓക്കെ, ആ Explorer 11 ഈ പഴയ വിൻഡോസ് 8-നകത്തും പിന്നെ വിൻഡോസ് 10-ലും വിൻഡോസ് 7-ലും ഒക്കെ വർക്ക് ചെയ്തിരുന്നു. പക്ഷേ ഈ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായിട്ടുള്ള മൈക്രോസോഫ്റ്റ് എഡ്ജ് വിൻഡോസ് 10-ൽ മാത്രമേ വർക്ക് ചെയ്യും. അതായത് പഴയ വിൻഡോസിനകത്തോട്ട് ഇത് കോമ്പാറ്റിബിൾ അല്ല. ഓക്കെ, വിൻഡോസ് 10-ഉം അതുപോലെ തന്നെ ലിനക്സ്, ആൻഡ്രോയിഡ് അങ്ങനെയുള്ള ലേറ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമാണ് ഈ മൈക്രോസോഫ്റ്റ് എഡ്ജ് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഒപ്പേരയും ഇതുപോലെ തന്നെ മൾട്ടി പ്ലാറ്റ്ഫോം സോഫ്റ്റ്വെയർ ആണ്. കാരണം ഇപ്പം എല്ലാം മൾട്ടി പ്ലാറ്റ്ഫോമേ വരും. കാരണം പലതരം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതിലെല്ലാം വർക്ക് ചെയ്യുന്ന രീതിയിൽ ഏതൊരു ബ്രൗസറും റിലീസ് ആവുള്ളൂ. ഒപ്പേര ഈസ് എ ക്രോമിയം ബേസ്ഡ് ബ്രൗസർ. ഓക്കെ, ക്രോമിയം എന്ന് പറയുന്നത് ഒരു ഫ്രീ എന്താണ് ഈ കോഡാണ്, ഫ്രീ കോഡാണ്. അതായത് ആർക്കും എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലാണ്, ഫ്രീ സോഴ്സാണ്. ഓക്കെ, ക്രോമിയം ബേസ്ഡ് ബ്രൗസർ. ഇറ്റ് ഡിസ്റ്റിങ്വിഷസ് ഇറ്റ്സെൽഫ് ഫ്രം അതർ ബ്രൗസേഴ്സ് ത്രൂ ഇറ്റ്സ് യൂസർ ഇൻ്റർഫേസ് ആൻഡ് അതർ ഫീച്ചേഴ്സ്. ഒപ്പേരയ്ക്കകത്ത് ഒരു ഫ്രീ VPN, ഒരു ബിൽറ്റ്-ഇൻ VPN ഉണ്ട്. അതായത് ഒരു അഡീഷണൽ സേഫ്റ്റി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിൽ ഒരു വിർച്വൽ ലൊക്കേഷനിൽ ഇരുന്നും കൊണ്ട് ബ്രൗസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമൊക്കെ ഇതിനകത്തുണ്ട്. അതായത് നമ്മുടെ IP റിലീസ് ചെയ്യാതെ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് പോലെ ഒരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത്.
ഓക്കെ. ഒപ്പേറ ഫ്രീ ബിൽറ്റ് ഇൻ VPN doesn't log your activity or collect information, further improving your privacy and security while browsing with Opera. ഓക്കെ, നിങ്ങളുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ IP അഡ്രസ് ഒന്നും റിവീൽ ചെയ്യാതെ ബ്രൗസ് ചെയ്യാൻ ഒപ്പേറയിൽ സാധിക്കും. ഒപ്പേറ ഈസ് ഇനിഷ്യലി റിലീസ്ഡ് ഇൻ April 1995. ഓക്കെ, 1995 റിലീസ് ചെയ്തിട്ടുള്ളത്. 2013 എന്താണ് അതിൻ്റെ ബേസ് വർക്കിംഗ് മാറ്റി, അതായത് സ്വിച്ച്ഡ് ഫ്രം പെസ്ട്രോ എൻജിൻ ടു ക്രോമിയത്തിലോട്ട് മാറിയത് 2013. ഓക്കെ. വെബ് ബ്രൗസർ ക്യാൻ ബി യൂസ്ഡ് ഫോൺ മൈക്രോസോഫ്റ്റ്, വിൻഡോസ്, ആൻഡ്രോയിഡ് അങ്ങനെയുള്ള മൾട്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്യും. ദർ ആർ ഓൾസോ മൊബൈൽ വെർഷൻ. ഒപ്പേറ മൊബൈൽ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് മൊബൈലിൽ വർക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒപ്പേറ മിനി എന്ന് പറയും. അഡീഷണലി ഒപ്പേറ യൂസേഴ്സ് ഹാവ് ആക്സസ് ടു ന്യൂസ് ആൻഡ് based on an artificial intelligence platform, Opera News. ഇതൊക്കെ ഒപ്പേറിൻ്റെ ഫീച്ചേഴ്സാണ്. പിന്നെ സഫാരി ഞാൻ പറഞ്ഞു, അതൊരു ആപ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ബ്രൗസറാണ്. സഫാരി ഈസ് എ ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ ഡെവലപ്ഡ് ബൈ ആപ്പിൾ, മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ സച്ച് ആസ് വെബ്കിറ്റ്. ഓക്കെ, വെബ്കിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് സഫാരി എന്ന് പറഞ്ഞ വെബ്സൈറ്റ്, അല്ലെ സഫാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് ബ്രൗസർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഫസ്റ്റ് അപ്പിയർഡ് ആസ് പാർട്ട് ഓഫ് മാക് OS. ഓക്കെ, മെക്കിൻതോഷിനകത്താണ് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ മാക് OS പാന്തർ, അതാണ് പാന്തർ എന്നുള്ളതാണ് ആ മാക് OSന്റെ വേർഷൻ. ഓക്കെ, ഇൻ 2003. 2004 മോസില്ല ഫയർഫോക്സ് വന്നത്. അതിനു മുമ്പ് സഫാരി റിലീസായിട്ടുണ്ട് കേട്ടോ. മൊബൈൽ വെർഷനും ഐഫോണിനകത്തും വരുന്നുണ്ട്, iPhone OS 1. പിന്നെ അത് ലോഞ്ച് ചെയ്തത് 2007 ഐഫോണിലേക്ക് ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ ഒരു വിൻഡോസ് വെർഷനും അവൈലബിൾ ആയിരുന്നു 2007 മുതൽ 2012 വരെ. ഈ സഫാരി എന്ന് പറഞ്ഞ ബ്രൗസർ വിൻഡോസിലും ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, അതിനുശേഷം എന്താണ് ഈ സഫാരി അതിനു വേണ്ടി കൂടുതലായിട്ട് ഈ ആപ്പിൾ കമ്പനി റിസർച്ച് ചെയ്യാതെ അത് ആപ്പിൾ കൂടുതലും ടെലിഫോണിൻ്റെ പ്രൊഡക്ഷനിലേക്കും കമ്പ്യൂട്ടറിൻ്റെ പ്രൊഡക്ഷനിലേക്കൊക്കെ ആയിരുന്നു കൂടുതൽ മാറിയത്. അതുകൊണ്ട് എന്താണ് ഈ ബ്രൗസറിൻ്റെ ഡെവലപ്മെൻറ്റ് അവരത്ര ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. The popularity of Safari browser exploded with iPhone, iPad and Mac OS. ഓക്കെ, മാക് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റിൽ മാത്രമാണ് ഇപ്പോൾ എന്താണ് ഈ സഫാരി എന്ന ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്നത് കാര്യമായിട്ട്.